പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ് കേരള പാഠാവലി ഒന്നാമത്തെ യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ എന്ന ആ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? പദ്യം പനിനീർ പൂവ്. ആ പദ്യവും അതിൻ്റെ മുകളിലെ ആക്ടിവിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പാഠഭാഗം മനസ്സ് നന്നാവട്ടെ എന്നാണ് അല്ലേ. ഇതിലെ കവിത സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി, മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്, ജീവിതം എന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് അല്ലേ. അപ്പോൾ മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. സ്വാഭിപ്രായം എഴുതി ചർച്ച നടത്തൂ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ആണോ? എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അതിൽ സ്വർഗത്തേക്കാൾ ഉയർന്ന പദവിയാണ് ഇക്ബാൽ ഇവിടെ മനുഷ്യന് നൽകുന്നത്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും ദേശത്തിനും മുകളിൽ മനുഷ്യൻ മനുഷ്യനോടുള്ള സ്നേഹം ഉയർത്തിപ്പിടിപ്പിക്കുമ്പോഴാണ് നാം സ്വർഗത്തേക്കാൾ ഉന്നതമായ പദവിയിലെത്തുക. എല്ലാ മനുഷ്യരെയും സമഭാവനയോടെ കാണുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് അവരെ ആദരിക്കുന്നതിന് തുല്യമാണ്. പരസ്പരം ആദരിക്കുന്ന ഒരു സമൂഹത്തിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. പരസ്പര സ്നേഹവും ബഹുമാനവും മൂല്യബോധവും നിലനിൽക്കുന്ന സമൂഹത്തിൽ ജീവിതം മനോഹരമായ ഗാനം പോലെയാവും. ആ ഗാനത്തിലെ മനോഹര താളമായി മനുഷ്യൻ മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലെ ഈ പനിനീർ പൂവ് എന്ന പാഠം അല്ലെ, ഒരു പദ്യമാണ്. ആരെഴുതിയതാണ്? ഉള്ളൂർ എസ് പരമേശ്വർ. അതിലെ ചോദ്യങ്ങൾ നോക്കാം. വായിക്കാൻ ചൊല്ലാം. കവിത ഇഷ്ടമായോ? വ്യക്തിഗതമായി വായിക്കുക. കവിതയ്ക്ക് അനുയോജ്യമായ ഈണം, താളവും എന്നിവ കണ്ടെത്തി സംഘം ചൊല്ലി അവതരിപ്പിക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. കണ്ടെത്താൻ പറയാം. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പങ്കുവെക്കണം. എന്തുകൊണ്ടാണ്? നമുക്കത് പറഞ്ഞു നോക്കാം. പൂക്കളെ ദേവതകളായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്. ലോകത്തിന് നന്മയും ഐശ്വര്യവും സന്തോഷവും പകർന്നു നൽകുന്നവരാണ് ദേവതമാർ. അതുപോലെയാണ് പൂക്കളും. സുഗന്ധം കൊണ്ടും മനോഹാരിത കൊണ്ടും മധുരമായ തേൻ നൽകിയും പൂക്കൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു. ദേവനെ പൂജിക്കാനും തലയിലണിയാനും മംഗളകർമ്മങ്ങൾക്കും വീരന്മാർക്ക് ചാർത്താനും നാം എല്ലാം പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ ജീവിതം കൊണ്ട് ഭൂമിയിൽ ഒട്ടേറെ മഹത്വമുള്ള കാര്യങ്ങൾ പൂക്കൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ദേവതമാർക്ക് തുല്യമായ സ്ഥാനം കവി പൂക്കൾക്ക് നൽകുന്നത് എന്ന് പറയാം. അടുത്ത ചോദ്യം അഭിപ്രായക്കുറിപ്പ്. സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. ഉറൂബ് അല്ലേ. ഒന്നല്ല നാമ ഈ സഹോദരരല്ലിപ്പൂവേ, ഒന്നല്ല കൈഹ രചിച്ചത് നമ്മയെല്ലാം. കുമാരനാശാൻ. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ ഉള്ളൂർ. ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനമുണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യങ്ങളും വരികളും വിശകലനം ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. സ്വന്തം അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയണം. എങ്ങനെ പറയാം? ഒരു മാതൃക നോക്കാം നമുക്ക്. ഓരോന്നിനും ഓരോ വ്യക്തിക്കും ഭൂമിയിൽ അതിൻ്റെതായ സ്ഥാനവും സൗന്ദര്യവുമുണ്ട്. അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. മനുഷ്യരെല്ലാം സ്വതേ സുന്ദരികളും സുന്ദരന്മാരുമാണ് എന്ന് ഉറൂബ് പറയുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും ഉണ്ട് സൗന്ദര്യമുണ്ട്. സൗന്ദര്യം എന്നത് ബാഹ്യ സൗന്ദര്യം മാത്രമല്ല, ഉള്ളിലുള്ള നന്മയുടെ സൗന്ദര്യമാണ്. മറ്റുള്ളവരുടെ നന്മ കാണാനുള്ള കണ്ണുണ്ടാകുമ്പോൾ ചുറ്റും സൗന്ദര്യവും നന്മയും കണ്ടെത്താൻ സാധിക്കും. നാം ഒന്നാണ്. എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ഈശ്വരനാണ്. അതുകൊണ്ട് നമ്മളെല്ലാം സഹോദരരാണെന്നാണ് കുമാരനാശാൻ പറയുന്നത്. ഭൂമിയിലെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിക്ക് വലുപ്പച്ചെറുപ്പങ്ങളില്ല. പൂവിനും മനുഷ്യനുമെല്ലാം തുല്യസ്ഥാനമാണുള്ളത്. എല്ലാറ്റിനെയും പരിഗണിക്കാനും തുല്യമായി കാണാനും നമുക്ക് സാധിക്കണമെന്നാണ് കവി ഓർമ്മിപ്പിക്കുന്നത്. പൂവിൻ്റെ ജീവിതം മോശമാണെന്ന് പറഞ്ഞതിൽ ഖേദിക്കുന്ന കവിയെ പനിനീർ പൂവ് എന്ന കവിതയിൽ കാണാം. ആദ്യ കാഴ്ചയിൽ പൂവിൻ്റെ ജന്മം മൂല്യമില്ലാത്തതാണെന്ന് കവിക്ക് തോന്നുന്നു. എന്നാൽ ആ തോന്നൽ വലിയ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി തിരുത്തുകയാണ് കവി. ആരുടെയും ജീവിതത്തെ വലുപ്പച്ചെറുപ്പങ്ങളുടെ പേരിൽ വേർതിരിക്കാൻ നമുക്ക് അവകാശമില്ല. ഈ തിരിച്ചറിവുണ്ടായപ്പോൾ കവി പൂവിനോട് മാപ്പ് ചോദിക്കുകയാണ്. ഭൂമിയിൽ ഓരോന്നിനും അതിൻ്റെതായ മൂല്യമുണ്ട്. മനുഷ്യൻ്റേത് മാത്രമല്ല ഭൂമി. പുല്ലിനും പുഴുവിനും അതിൻ്റെതായ അവകാശമുണ്ട്. പൂക്കളും മരങ്ങളും ചെടികളും ജീവജാലങ്ങളും മനുഷ്യനും അടുപ്പത്തോടെ ജീവിക്കുമ്പോൾ ഭൂമി സുന്ദരമാകും. ഓക്കെ, അടുത്തത് വ്യാഖ്യാനിക്കാം. തെറ്റൊന്നു വീണ്ടു പൂവിനോടോതിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം?
ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ? കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. എങ്ങനെ കുറിപ്പ് തയ്യാറാക്കാം? പനിനീർ പൂവ് ആദ്യം കണ്ടപ്പോൾ കവി ചിന്തിച്ചത് ആ പൂവിന്റെ ജീവിതം വളരെ നിസ്സാരമാണെന്നാണ്. പൂവിനോട് നിന്റെ ജീവിതം എത്ര മോശമാണ് എന്ന് പറയുകയും ചെയ്തു. നാളെ മണ്ണിൽ വീണ് നശിക്കുമെന്നതുകൊണ്ടാണ് പൂവിന്റെ ജീവിതം നിസ്സാരമെന്ന് കവി വിചാരിച്ചത്. കവിയുടെ വിചാരങ്ങളെ വിലങ്ങനെ തലയാട്ടി പൂവ് നിഷേധിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ചിന്തിച്ചപ്പോൾ താനൊരു ബുദ്ധിഹീനനാണെന്ന് കവിക്ക് തോന്നി. ആഴത്തിൽ ചിന്തിച്ചപ്പോഴാണ് പൂവിന്റെ ജീവിതത്തിന്റെ മഹത്വം കവിക്ക് മനസ്സിലായത്. മരുഭൂമിയെ പൂങ്കാവനമാക്കുന്നത് പൂക്കളാണ്. സുഗന്ധവും നിറദേനും നൽകുന്നവരാണ് പൂക്കൾ. മനോഹാരിത കൊണ്ട് പൂവ് നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്നു. തലയിൽ ചൂടാനും വീരന്മാർക്ക് ചാർത്താനും മംഗളകർമ്മങ്ങൾക്കും പൂക്കൾ ഉപയോഗിക്കുന്നു. ഐശ്വര്യവും നന്മയും പകർന്നു നൽകുന്ന പൂക്കൾ ദേവതമാരാണ് എന്ന് കവി അവസാനം പറയുന്നു. കവിയുടെ ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമല്ല, മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഈ ചിന്തയോട് കൂട്ടിയിണക്കാം. നിസ്സാരമായിട്ടുള്ള ഒന്നും ഈ ഭൂമിയിലില്ല. എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനവും മൂല്യമുണ്ട്. മനുഷ്യരുടെ കാര്യത്തിലും ഇത് പ്രസക്തമാണ്. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, കഴിവുകളുമുണ്ട്. ആരും വിലയില്ലാത്തവരല്ല. ബാഹ്യമായ കാഴ്ച യഥാർത്ഥമല്ല എന്നതാണ് സത്യം. എല്ലാറ്റിലും മൂല്യം തിരിച്ചറിയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരിലെ നന്മയും മൂല്യവും മനസ്സിന്റെ സൗന്ദര്യവും കാണാനുള്ള കണ്ണും മനസ്സും ഉണ്ടാവുകയാണ് പ്രധാനം എന്നാണ് നമുക്ക് അതിൽ എഴുതാൻ പറ്റുക. ഇനി കാവ്യഭംഗി കണ്ടെത്താം. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെയാർ മറക്കും. പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. വരികൾ ചൊല്ലി നോക്കൂ. കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് വരികളിലുള്ളത്. കൂടുതൽ വരികൾ കാവ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ. എന്തൊക്കെ ഭംഗിയാണ് കിട്ടുന്നത്? നമുക്കൊരു കാര്യം നോക്കാം. പാടുന്ന, ആടുന്ന, പാണി, വേണി എന്നിങ്ങനെ വരികളിൽ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നത് ശബ്ദഭംഗിയും ചൊല്ലഴകും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ദ്വിതീയാക്ഷരപ്രാസം എന്നാണ് ഇതിന് പറയുന്നത്. പാടുന്ന, ആടുന്ന, പാണിയാൽ, വേണിയിൽ തുടങ്ങുന്ന ഉച്ചാരണ സാമ്യമുള്ള പദങ്ങൾ കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. പൂവിന്റെ മാർദ്ദവവും മനോഹാരിതയും വായനക്കാരുടെ മനസ്സിൽ പതിയുന്ന രീതിയിലാണ് കവിയുടെ വർണ്ണന. അതേപോലെ ഏതൊരു പാഴ്മണൽക്കാടു ഞാൻ നിങ്ങളാൽ ഭൂതമായി നന്ദനമാകുന്നു. മരുഭൂമി പോലും പൂക്കൾ നിറഞ്ഞ ഉദ്യാനമാകുന്ന വർണ്ണമനോഹരമാണ്. ശബ്ദഭംഗി അർത്ഥഭംഗിയും നിറഞ്ഞ വരികളാണവ. വരികളിൽ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നത് ശബ്ദഭംഗിയും പൂതമായ നന്ദനം, പഴമണൽക്കാടുകൾ തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയുടെ ചൊല്ലഴകും വർദ്ധിപ്പിക്കുന്നു. ഇനി ആസ്വാദനക്കുറിപ്പ്. പനിനീർ പൂവ് എന്ന കവിതയിലെ ആശയം, ശബ്ദഭംഗി, പ്രയോഗഭംഗി, സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. വ്യക്തിഗതമായി തയ്യാറാക്കിയവ ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക. മികച്ച ആസ്വാദനക്കുറിപ്പിന്റെ സവിശേഷതകൾ ചർച്ച ചെയ്ത് സൂചകങ്ങൾ തയ്യാറാക്കുക. അവയുടെ സഹായത്തോടെ വിലയിരുത്തുകയും ചെയ്യുമല്ലോ. എന്താണ് ആസ്വാദനക്കുറിപ്പ്? ഒരു പൂവിന്റെ ജീവിതത്തിന്റെ മഹത്വം മനോഹരമായി ആവിഷ്കരിക്കുന്ന കവിതയാണ് ഉള്ളൂരിന്റെ പനിനീർ പൂവ്. ഗൗരവമുള്ള ഒരു ആശയം ലളിതമായ വാക്കുകളിലൂടെയാണ് കവി പറയുന്നത്. പ്രകൃതിയിലുള്ള ഏതൊന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് കവിതയിലൂടെ കവി ഓർമ്മിപ്പിക്കുന്നു. വിടർന്നു നിൽക്കുന്ന പനിനീർ പൂവ് കാണുമ്പോൾ അതിൻ്റെ നിസ്സാരമായ ജീവിതത്തെക്കുറിച്ച് ഓർച്ച് കവി പൂജിക്കുന്നു. എന്നാൽ തൻ്റെ ചിന്തകൾ തെറ്റാണെന്ന് വൈകാതെ തന്നെ കവി തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ കവി പൂവിനോട് മാപ്പ് ചോദിക്കുകയാണ്. ഏത് മരുഭൂമിയെയും പൂങ്കാവനമാക്കാനും ദുഃഖിതരായ മനുഷ്യരുടെ മനസ്സിൽ സന്തോഷം നൽകാനും പൂക്കൾക്ക് കഴിയും. മുരളി പാടുന്ന വണ്ടുകൾക്കൊപ്പം കാറ്റിൽ ആടിക്കളിച്ചു നിൽക്കുന്ന പൂക്കളെ മറക്കാൻ ആർക്കും കഴിയില്ല. കണ്ണിന് കുളിർമയും സുഗന്ധവും തേനും നൽകുന്ന പൂക്കളെ നന്മയും ഐശ്വര്യവും വിതറുന്ന ദേവതമാരോടും അന്നപൂർണേശ്വരിയോടുമെല്ലാം കവി താരതമ്യം ചെയ്യുന്നു. ദേവനെ പൂജിക്കാനും മുടിയിൽ ചൂടാനും മംഗളകർമ്മങ്ങൾക്കും വീരന് മാല ചാർത്താനും എല്ലാം പൂക്കൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നു. പൂക്കൾക്ക് മുന്നിൽ കവി തൊഴുകൈകളോട് നിൽക്കുകയും ചെയ്യുന്നു. കവിതയിലെ ശബ്ദഭംഗി എടുത്തു പറയേണ്ടതാണ്. പാടുന്ന, ആടുന്ന, പാണി, വേണി തുടങ്ങിയ അക്ഷരങ്ങളുടെ ആവർത്തനം ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. പാഴുത, ഓതി, പാർക്കുകിൽ, വായിക്കുക തുടങ്ങിയ ഇന്ന് അധികം പ്രചാരമില്ലാത്ത പദങ്ങളും കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. സ്മിതമാനന്ദം, ലോകത്തിന് അന്നപൂർണേശ്വരിമാർ, മൗലിക്കും ഭൂഷ, കല്യാണധാമങ്ങൾ തുടങ്ങിയ പദപ്രയോഗങ്ങൾ കവിതയ്ക്ക് ചൊല്ലഴക് നൽകുന്നവയാണ്. ചെറിയൊരു പനിനീർ പൂവിന്റെ ജീവിതത്തോടെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ലോകത്ത് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന മഹത്തായ ആശയം കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒന്നാമത്തെ പാഠഭാഗത്തിലെ ആശയങ്ങളും മറ്റും. ബാക്കി രണ്ടിൻ്റെയൊക്കെ ഈ ചാനലിൽ തന്നെ
ഉണ്ട്. 8th സ്റ്റാൻഡേർഡ് ഓൾ സബ്ജക്റ്റ് എന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. മക്കളത് പോയി കാണാം. ഓക്കെ. ബാക്കി ഇതെല്ലാ സബ്ജക്റ്റുകളുടെയും ഇതുപോലുള്ള നോട്ട്സും മറ്റു കാര്യങ്ങളും ചാനലിൽ തന്നെയുണ്ട്. മക്കൾ കാണുക. ഓക്കെ. വീണ്ടും കാണാം. താങ്ക് യു.